വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ കയ്പമംഗലം വഴിയമ്പലത്തെ പെട്രോൾ പമ്പുടമ കോഴിപ്പറമ്പിൽ മനോഹരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പ്രതികളായ കയ്പമംഗലം സ്വദേശി കല്ലുപറമ്പിൽ അനസ്, കുന്നത്ത് അൻസാർ, കുറ്റിക്കാടൻ സ്റ്റിയോ എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജി JS രാജീവ് ശിക്ഷ വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 2019 ഒക്ടോബർ മാസത്തിലായിരുന്നു കൊലപാതകം. പമ്പടച്ച് വീട്ടിൽ പോകുകയായിരുന്ന മനോഹരനെ പിന്തുടർന്ന സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം റോഡിൽ തള്ളുകയായിരുന്നു. മയക്കുമരുന്നായ MDMAയുമായി പട്ടാമ്പിയിൽ ഒരാൾ പിടിയിൽ. ചാവക്കാട് സ്വദേശി അനസിനെയാണ് പട്ടാമ്പി പോലീസ് പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവ് പോലീസ് വലയിലായത്. വിപണിയിൽ 1.5 ലക്ഷത്തിലേറെ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത്. പട്ടാമ്പി മേഖലയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് എന്ന് വ്യക്തമായതായി പോലീസ് പറഞ്ഞു. പത്തനംതിട്ടയിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കുന്നിക്കോട് സ്വദേശി ഈസയാണ് പിടിയിലായത്. ഇന്നലെ രാത്രി കൊല്ലം ഐലറ വെച്ചാണ് ഇയാളെ കൊല്ലം എരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹമാധ്യമങ്ങളിൽ ഫോൺ മോഷ്ടിക്കുന്ന ദൃശ്യം വൈറലായിരുന്നു. ദൃശ്യങ്ങൾ കണ്ട പ്രദേശവാസികൾ തിരിച്ചറിയുകയും പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. നിരവധി മോഷണക്കേസിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കാസർഗോഡ് മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വാട്ടർ അതോറിറ്റി ജലവിതരണത്തിന് ആശ്രയിക്കുന്ന മണക്കടവ് ചാൽ വറ്റി വരണ്ടതോടെ കുടിവെള്ളം കിട്ടാതായിട്ട് ദിവസങ്ങളായി. മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലേക്കും ശുദ്ധജലം എത്തിക്കുന്ന മണക്കടവ് ചാലിലെ പമ്പ് ഹൌസ് സ്ഥിതി ചെയ്യുന്നിടം വരണ്ട അവസ്ഥയിലാണ്. പഞ്ചായത്തിലെ 4000-ഓളം വരുന്ന കുടുംബങ്ങൾ വാട്ടർ അതോറിറ്റി പമ്പ് ഹൌസിൽ നിന്നുള്ള ജലവിതരണത്തെ ആശ്രയിച്ചു കഴിയുന്നവരാണ്. എന്നാൽ ചാല് വറ്റി വരണ്ടതോടെ ജലവിതരണം പൂർണ്ണമായും നിലച്ചിട്ട് ഒരാഴ്ചയിലേറെയായി. വെള്ളമില്ലാതായ മണക്കടവ് ചാലിന്റെ പല ഭാഗങ്ങളിലായി ചെളിയും മണലും അടിഞ്ഞുകിടക്കുകയാണ്. ചാലിലെ ഒഴുക്ക് പൂർണ്ണമായി നിലയ്ക്കുന്നത് ഇതാദ്യമായാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതുവരെ എങ്ങനെ ഉണ്ടായിട്ടാ? ഇത് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് ഇവിടെ കാണുന്നത്. നല്ല എന്നാലും വെള്ളം കുറഞ്ഞാൽ ഒഴുകി പോകുന്ന വെള്ളം ഉണ്ടായിരുന്നു. അതും ഇല്ല ഇപ്പോൾ. ഇവിടെ എല്ലാവരും വിളിക്കലും കരച്ചലിനുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട്. വിളിക്കല് മാത്രമല്ല, കരച്ചൽ തന്നെ. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പച്ചക്കറി കൃഷിക്കടക്കം വലിയ നാശമുണ്ടാക്കും വിധമാണ് മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ വരൾച്ച നേരിടുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ വാഴ കൃഷി പ്രതിസന്ധിയിൽ. വാഴകൾ കരിഞ്ഞുണങ്ങി ഒടിഞ്ഞു വീണ് നശിക്കുകയാണ്. ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ വ്യാപകമായി കൃഷി നശിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വേനൽ ചൂട് വർദ്ധിച്ചത് ഇടുക്കിയിൽ വൻ കൃഷിനാശത്തിനാണ് ഇടവരുത്തിയിരിക്കുന്നത്. വാഴക്കുലകൾ മൂപ്പത്തുന്നതിന് മുൻപ് തന്നെ കരിഞ്ഞുണങ്ങി ഒടിഞ്ഞു വീഴും. ഞാലിപ്പൂവൻ, പാളയംതോടൻ, റോബസ്റ്റ തുടങ്ങിയ ഇനങ്ങൾ വ്യാപകമായി നശിക്കുന്നുണ്ട്. വേനൽ മഴ ലഭിച്ചെങ്കിലും ഒരെണ്ണം മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് എല്ലാ വിളകളുടെയും വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. വാഴയാണ് ഏറ്റവും കൂടുതൽ ഈ വേനൽ ബാധിച്ചിട്ടുള്ളത്. ആ വാഴക്കുലകൾ മുഴുവൻ വെയിലടിച്ച് ഉണങ്ങി താഴെ വീണ് നശിച്ചു പോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കൃത്യമായി വേനൽ മഴ ലഭിക്കാത്തതുമൂലം ഇത്തവണ കൃഷിയിടങ്ങളിൽ ഉണക്ക് വ്യാപകമാണ്. വെള്ളത്തിന്റെ ക്ഷാമം മൂലം വിളകൾ നനയ്ക്കാനും സാധിക്കുന്നില്ല. വാഴ കൃഷിക്ക് പുറമെ ഏലം, പച്ചക്കറി, കുരുമുളക് കൃഷികളും പ്രതിസന്ധിയിലാണ്. ന്യൂസ് 18 നെടുങ്കണ്ടം. തൃശൂരിന്റെ മലയോരത്ത് വേനൽക്കാലത്ത് വറ്റിവരളുന്ന പൂവാലിത്തോടിനെ ജലസമൃദ്ധമാക്കാൻ പദ്ധതി ആവിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തം. കുറുമാലി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പൂവാലിത്തോടിന്റെ ഉത്ഭവസ്ഥാനത്ത് എത്തിച്ചാൽ തോട്ടിൽ വേനലിൽ നീരൊഴുക്ക് ഉറപ്പുവരുത്താമെന്നാണ് നിർദ്ദേശം. തൃശൂരിലെ മലയോര പഞ്ചായത്തായ മറ്റത്തൂരിന്റെ പച്ചപ്പ് നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് വെള്ളിക്കുളം വലിയ തോടാണ്. വലിയ തോടിന്റെ പ്രധാന പോഷകത്തോടാണ് പൂവാലിത്തോട്. ഇഞ്ചക്കുണ്ട് മേഖലയിൽ ഉത്ഭവിക്കുന്ന പൂവാലിത്തോട് മുരുക്കുങ്ങൽ, കിഴക്കക്കോടാലി എന്നിവിടങ്ങളിലൂടെ ഒഴുകിയാണ് മാങ്കുറ്റിപ്പാടത്ത് വെച്ച് വെള്ളിക്കുളം വലിയ തോടുമായി ചേരുന്നത്. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന പൂവാലിത്തോട് വേനൽ രൂക്ഷമാകുന്നതോടെ വറ്റും. തോട് വറ്റുന്നതോടെ മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാകും. ജലനിരപ്പ് ഉയർത്തി നിർത്താൻ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ഫലപ്രദമായില്ല.
കുറുമാലിപ്പുഴയിലെ കൽക്കുഴിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഏതാനും കിലോമീറ്ററുകൾക്കകലെ പൂവാലിത്തോടിന്റെ പ്രാരംഭസ്ഥാനത്തെത്തിച്ചാൽ മേഖലയിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് പരിഹാരം കാണാനാകുമെന്നാണ് പുതിയ നിർദ്ദേശം. ചെമ്മിനി ഡാമിലെ വെള്ളം കൽക്കുഴി വഴി പെരുമ്പുള്ളിച്ചിറയിൽ എത്തിച്ച് അവിടുന്ന് പൂവാലിത്തോട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പദ്ധതി ആലോചന ഉണ്ടായിരുന്നു. അത് ഇതുവരെയ്ക്കും അതിനെക്കുറിച്ചിട്ടുള്ളൊരു നടപടികൾ ആയിട്ടില്ല. കുറുമാലിപ്പുഴയിലെ വെള്ളം പൂവാലിത്തോട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കണമെന്ന് 2 പതിറ്റാണ്ടോളമായി നാട്ടുകാർ ആവശ്യപ്പെട്ടു വരുന്നതാണ്. ഈ പദ്ധതിക്കായുള്ള കരട് രൂപം വർഷങ്ങൾക്ക് മുമ്പേ സമർപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും നടപ്പായില്ല. ഓരോ വർഷം ചെല്ലുന്തോറും വേനൽ ചൂട് വർദ്ധിച്ച് ജലക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൂവാലിത്തോട് പദ്ധതി നടപ്പാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മറ്റത്തൂർ. കൊട്ടാരക്കര പെരുങ്കുളം ശിവാംകുന്നിലെ ഖനന നീക്കം ഉപേക്ഷിക്കണം എന്ന ആവശ്യം ശക്തം. നാട്ടുകാരുടെ ആവശ്യത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഉറച്ച പിന്തുണയുമുണ്ട്. 3 വാർഡുകൾ പച്ചപ്പണിയിക്കുന്ന 30 ഏക്കറോളം വരുന്ന കുന്ന് ഇടിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. മൈലം ഗ്രാമപഞ്ചായത്തിലെ പെരുംകുളത്തെ 3 വാർഡുകൾ ഉൾപ്പെട്ട കുന്നിടിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. മണ്ണ് മാഫിയക്കെതിരെ നാട്ടുകാർ ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും കലക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും കൊടിക്കുന്നിൽ സുരേഷ് എംപിയും സ്ഥലം സന്ദർശിച്ചു. റവന്യൂവും ജിയോളജി അടക്കമുള്ളവരൊക്കെ പരിശോധിക്കുമല്ലോ. ഇവിടുത്തെ ഒരു വിഷയം നിർദ്ദേശം കൊടുക്കും. ഇവിടെ ജെനുവിനായിട്ടൊരു പരാതി ഇവർ ഉന്നയിച്ചപ്പോൾ നമുക്ക് ആ ബന്ധപ്പെട്ട ഏജൻസികളുടെ ശ്രദ്ധപ്പെടുത്താം. എന്താ നിങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം. ധാതു നിക്ഷേപം ഉൾപ്പെടെ പരിസ്ഥിതി പ്രാധാന്യം ഏറെയുള്ള ഈ പ്രദേശം സംരക്ഷിത പ്രദേശമായി സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി ആവശ്യപ്പെട്ടു. ഈ 5 മുതൽ 7 ഏക്കർ വരെയുള്ള സ്ഥലത്ത് നിന്ന് ഇത്രയും മണ്ണ് എടുത്തു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം അതിവിടെ സമീപത്തുള്ള വീടുകളെ ബാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ നീരുറവകളെ ബാധിക്കും. കാർഷിക ഗ്രാമമായ പെരുംകുളം, കോട്ടാത്തല, പള്ളിക്കൽ വാർഡുകളിലെ ജലലഭ്യത ഉറപ്പാക്കുന്നതിൽ ശിവാംകുന്നിന്റെ പ്രാധാന്യം വലുതാണെന്നും ദേശീയപാത നിർമ്മാണത്തിന് എന്ന പേരിൽ കുന്നിടിക്കാൻ ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് എന്നും സമരസമിതി പറയുന്നു. കാർഷിക പ്രദേശമായ ഈ മേഖലയിൽ ശിവാൻകുന്ന് ഇല്ലാതാകുന്നതോടുകൂടി കാർഷിക മേഖലയ്ക്ക് വലിയ ദോഷമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ ഈ പ്രദേശത്തെ കിണറുകളിൽ തന്നെ ഇപ്പം തന്നെ വളരെ വലിയ ജല ദൗർലഭ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശിവൻകുന്ന് ഇല്ലാതാകുന്നതോടുകൂടി ഒരു വരൾച്ച പ്രദേശമായി ഇത് മാറും. ഇതിനെതിരെ ഉള്ള രൂക്ഷമായ സമരത്തിൽ, സഹന സമരത്തിൽ ഈ പ്രദേശത്ത് ജാതി രാഷ്ട്രീയ മതഭേദമന്യേ ജനങ്ങളെല്ലാം, വിശേഷിച്ച് കർഷകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സമരത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. സുരക്ഷിതമായി ജീവിക്കാനുള്ള നാട്ടുകാരുടെ അവകാശത്തിന്മേലുള്ള കടന്നാക്രമണമാണ് കുന്നിടിച്ച് മണ്ണ് കടത്തുന്നത് മൂലം ഉണ്ടാകുന്നത് എന്ന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ആയുർവേദ മെഡിക്കൽ കോളേജിന് എന്ന പേരിൽ പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് മണ്ണ് മാഫിയ വസ്തു സ്വന്തമാക്കിയത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നാടിന്റെ മുഖമുദ്രയായ കൃഷിയും ജനജീവിതവും നശിപ്പിക്കുന്ന മണ്ണെടുപ്പ് തടയുന്നതിനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് കാരശ്ശേരി ആനയാംകുന്ന് ഗവൺമെന്റ് LP സ്കൂളിൽ സ്കൂൾ റൂഫിംഗ് ഇന്റർലോക്കിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 4 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇത് പൂർത്തിയാക്കിയത്. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത നിർവഹിച്ചു. വാർഡ് മെമ്പർ കുഞ്ഞാലി മമ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിലെ ചെറുവട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. വീഡിയോ കോൺഫറൻസ് വഴിയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. ആന്റണി ജോൺ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദുല ജനാർദ്ദനൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NP ജമാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ മടക്കത്താനത്ത് നിയന്ത്രണം വിട്ട വാഹനമിടിച്ച് 3 പേർക്ക് ദാരുണാന്ത്യം. 2 വയസ്സുകാരിയടക്കം കാൽനട യാത്രക്കാരായ 3 പേരാണ് മരിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. രാവിലെ 8 മണിയോടെയാണ് വാഴക്കുളം മടക്കത്താനത്ത് അപകടം. അപകടത്തിൽ 2 വയസ്സുകാരിയടക്കം 3 പേരാണ് മരിച്ചത്. പ്രദേശവാസികളായ മേരി ജോൺ, പ്രജേഷ് പോൾ, മകൾ അന്ന പ്രജേഷ് എന്നിവർ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു.
സാധനങ്ങൾ വാങ്ങുവാനായി കടയിലേക്ക് ഇറങ്ങിയതായിരുന്നു പ്രദേശവാസിയായ മേരി. മേരിയുടെ അയൽവാസിയാണ് പ്രജേഷ്. നിയന്ത്രണം വിട്ട പാഴ്സൽ വണ്ടി 3 പേരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഡ്രൈവർ എൽദോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എൽദോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 തൊടുപുഴ. റമദാൻ വിശേഷം. റമദാൻ കാലം മലപ്പുറം ജില്ലയിൽ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന കാലം കൂടിയാണ്. മങ്കട ചേരിയം പ്രദേശത്തെ കൂട്ടായ്മ 23 കൊല്ലമായി തുടരുന്ന പതിവാണ് ഗ്രാൻഡ് നോമ്പുതുറ. ഇത്തവണയും അത് പതിവ് തെറ്റാതെ തന്നെ നടന്നു. ചേരിയത്തെ CVS ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു റമദാൻ 26-ന് നോമ്പുതുറ സംഘടിപ്പിച്ചത്. ബിരിയാണിയും ചിക്കനും ബീഫും പഴവർഗ്ഗങ്ങളും ജ്യൂസുമൊക്കെയായി നാട്ടിലെല്ലാവരും ഒന്നിച്ചു. അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണമാണ് ഒരുക്കിയത്. നോമ്പുതുറയ്ക്ക് എത്താൻ പറ്റാത്തവർക്ക് വീടുകളിലേക്ക് വിഭവങ്ങൾ എത്തിച്ചു കൊടുത്തു. നോമ്പുതുറയ്ക്ക് ആവശ്യമായതെല്ലാം സമാഹരിച്ചത് നാട്ടിൽ നിന്ന് തന്നെ. 75,000 രൂപ ചെലവ് വന്നു നോമ്പുതുറയ്ക്ക്. 24 വർഷമായിട്ട് തുടങ്ങിയ പരിപാടിയാണ്. അതായത് 24 വർഷം കണ്ടിന്യൂ ആയിട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഇഫ്താർ പാർട്ടി ഒന്ന് മെയിനായിട്ട്, പിന്നെ അതിന് പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പിന്നെ ക്യാൻസർ രോഗികൾക്കുള്ള സഹായം, ക്ലബിൻ്റെ അണ്ടറിൽ അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂ ആയിക്കണ്ട്. കൊറോണയുടെ സമയത്ത് 2 വർഷം നമ്മൾ മാറ്റി നിർത്തി വെച്ചാൽ ബാക്കിയെല്ലാം കണ്ടിന്യൂ ആക്കാൻ നടത്തിയിരുന്ന പരിപാടിയാണ്. ഈ നാട്ടിലെ ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കും. അത് ഇവിടെയുള്ള ആളുകൾ എങ്ങനെ എല്ലാവരും പങ്കെടുക്കും. എല്ലാവരുടെയും സപ്പോർട്ട്, എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ടുണ്ട് ഈ പരിപാടിക്ക്. അടുത്ത വർഷം ഈ നോമ്പുതുറയുടെ സിൽവർ ജൂബിലിയാണ്. പതിവിലും ഭംഗിയായി ആഘോഷിക്കാനാണ് ഈ നാട്ടുകാരുടെ ആലോചന. ന്യൂസ് 18 മലപ്പുറം. കേരള മുസ്ലിം ജമാഅത്ത് SYS പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. വിവിധ ജാതിമത രാഷ്ട്രീയ മാധ്യമരംഗത്തെ പ്രവർത്തകർ കൂട്ടായ്മയിൽ പങ്കെടുത്തു. KU ജനീഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കാലഘട്ടത്തിൽ വേറിട്ട ഇഫ്താർ സൗഹൃദ സംഗമങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ഹാജി അലങ്കാർ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ജോഹരി കടക്കൽ റമസാൻ പ്രമേയ പ്രഭാഷണം നടത്തി. കാൽപന്ത് കളിയെ പ്രണയിക്കുന്ന 40 വയസ്സ് കഴിഞ്ഞവരുടെ കൂട്ടായ്മ മലപ്പുറം ജില്ലാ വെറ്ററൻസ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഇഫ്താർ മീറ്റും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു. വണ്ടൂർ TK ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ലോറിയിൽ നിന്ന് ഗ്ലാസ് ഇറക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് മരിച്ച പരവയ്ക്കൽ സിദ്ദീഖിനെ ചടങ്ങിൽ അനുസ്മരിച്ചു. ആരോഗ്യ സംരക്ഷണം, ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയവ ലക്ഷ്യം വെച്ച് 2019-ലാണ് കൂട്ടായ്മ രൂപീകരിച്ചത്. തുടക്കത്തിൽ 60 അംഗങ്ങളുണ്ടായിരുന്ന കൂട്ടായ്മയിൽ ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 650 പേരുണ്ട്. വിവിധ ജില്ലകളിലെ മൈതാനങ്ങൾ കേന്ദ്രീകരിച്ച് മാസത്തിൽ 10 ടൂർണമെന്റുകൾ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. ഇഫ്താർ മീറ്റും സൗഹൃദ സംഗമവും കൂട്ടായ്മയിലെ അംഗം വളാഞ്ചേരിയിൽ ഗ്ലാസ് ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ മരണപ്പെട്ട പരവയ്ക്കൽ സിദ്ദിഖ് അനുസ്മരണവും സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ വെറ്ററൻസ് സർവീസ് അസോസിയേഷൻ നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ വളാഞ്ചേരി ഒരു ദാരുണമായ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കുന്നതിനും അനുസ്മരിക്കുന്നതിനും വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇന്ന് അതിനോടനുബന്ധിച്ചൊരു ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, മുൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ക്യാപ്റ്റൻ M സുരേന്ദ്രൻ, DFA എക്സിക്യൂട്ടീവ് അംഗം P സിറാജ്, YFA ഫുട്ബോൾ അക്കാദമി മാനേജർ KK മുക്താർ, വണ്ടൂർ ടൗൺ ഫുട്ബോൾ അക്കാദമി പ്രസിഡന്റ് T ബാബു തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. ന്യൂസ് 18 വണ്ടൂർ. ഇടുക്കിയുടെ മലമടക്കുകൾ കീഴടക്കിയ ഹൈറേഞ്ചുകാരെ പടം പിടിക്കാൻ പഠിപ്പിച്ച ഒരു ഫോട്ടോഗ്രാഫറുടെ കഥയാണ് ഇനി. ഇടുക്കി ഡാം പ്രദേശം ആദ്യമായി ക്യാമറയിൽ പകർത്തിയ MJ ഫിലിപ്പ് എന്ന ഫോട്ടോഗ്രാഫറെക്കുറിച്ച് അറിയാം. കൊലുമ്പനൊപ്പം മലകണ്ടിറങ്ങിയ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ട് WJ ജോൺ ആദ്യമെത്തിയത് ഫോട്ടോഗ്രാഫർ ഫിലിപ്പിനടുത്തേക്കാകണം. 1930-കളിൽ ഇടുക്കി അണക്കെട്ടെന്ന ആശയം ഉദിച്ചപ്പോൾ അണക്കെട്ട് ഉയരേണ്ട സ്ഥലം ക്യാമറയിൽ പകർത്താൻ ആ മലങ്കര സൂപ്രണ്ടിനെ സഹായിച്ചതും ഫിലിപ്പായിരുന്നു. അങ്ങനെ അണക്കെട്ട് ഉയരുന്നതിന് മുൻപ് സ്ഥലത്തുണ്ടായിരുന്ന കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ആദ്യ പടം ഫിലിപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞു. പകർത്തുന്ന ഓരോ ചിത്രങ്ങളും ചരിത്രത്തിലെ ഏടുകളാകുമെന്ന് ഫിലിപ്പ് കരുതി കാണില്ല.
പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഫിലിപ്പിന്റെ ചിത്രങ്ങൾ അപൂർവ ശേഖരങ്ങളായി. കിലോമീറ്ററുകളോളം കാൽനടയായി യാത്ര ചെയ്തും കുന്നും മലയും കയറിയുമായിരുന്നു അപ്പാപ്പന്റെ കാലത്തെ പടംപിടുത്തമെന്ന് കൊച്ചുമകൻ നിഖിൽ ഓർത്തെടുക്കുന്നു. ഒരു ഫോട്ടോയാണ് എടുക്കാൻ സാധിക്കുള്ളൂ, ഒരു ഫിലിമാണ് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര സ്ലൈഡർ ഉണ്ടോ അതനുസരിച്ചാണ് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1-2 സ്ലൈഡറാണ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 2 ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോരുക, തിരിച്ചു വന്ന് സ്റ്റുഡിയോയിൽ വന്ന് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ സാധിക്കുകയുള്ളൂ. ഫോട്ടോ പിടിക്കുന്ന യന്ത്രം വാങ്ങാൻ ഇടുക്കിയിൽ നിന്ന് ആദ്യം കപ്പൽ കയറിയതും ഫിലിപ്പാണ്. അന്ന് കോട്ടും ടൈയുമിട്ട് ഇടുക്കിയിലെത്തിയ ഫിലിപ്പിന് മുന്നിൽ പ്രമാണിമാർ പോലും പടം പിടിക്കാൻ അനങ്ങാതെ നിന്നു. ഇടുക്കിയിലെ തന്നെ ആദ്യത്തെ സ്റ്റുഡിയോ തൊടുപുഴയിൽ ആരംഭിച്ചതും ഫിലിപ്പായിരുന്നു. 1988 മെയ് 26 തെക്കുംഭാഗം മടുക്കയിൽ MJ ഫിലിപ്പ് ലോകത്തോട് യാത്ര പറഞ്ഞു. വർഷങ്ങൾക്കിപ്പുറവും ഫിലിപ്പിന്റെ തലമുറ വഴിമാറിയില്ല. മകൻ MB ജോസിന്റെയും ചെറുമകൻ നിഖിലിന്റെയും ജീവിതമാർഗമായിരുന്നത് ഫിലിപ്പിന്റെ ആ പഴയ ലോയൽ സ്റ്റുഡിയോ തന്നെ. ന്യൂസ് 18 ഇടുക്കി. പ്രതിസന്ധികളെ ചിരിച്ചുതള്ളി ചെണ്ടയിൽ മേളപ്പെരുക്കം തീർക്കുകയാണ് അതുൽ കൃഷ്ണ. ജന്മന കാഴ്ചശക്തിയില്ലാത്ത ഈ +1 വിദ്യാർത്ഥിക്ക് തായമ്പകയിലെ കൊട്ടിക്കയറ്റം അതിജീവന താളം കൂടിയാണ്. പരതൂർ സന്ധ്യാരാമത്തിൽ രാമചന്ദ്രൻ സന്ധ്യാ ദമ്പതിമാരുടെ മകനാണ് അതുൽ കൃഷ്ണ. ജന്മനാ കാഴ്ചശക്തിയില്ലാത്ത അതുൽ കൃഷ്ണ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് തായമ്പക അഭ്യസിച്ച് കൊട്ടിക്കയറാൻ തുടങ്ങിയത്. ഇതിനോടകം 25-ലധികം വേദികളിൽ തായമ്പക അവതരിപ്പിച്ച് കയ്യടി വാങ്ങി. ലെ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ തായമ്പകയിൽ 2ാം സ്ഥാനവും നേടി. കൊടുമുണ്ട മാലാറമ്പത്ത് മണികണ്ഠന്റെ ശിക്ഷണത്തിലാണ് തായമ്പക അഭ്യസിക്കുന്നത്. മണികണ്ഠൻ മറ്റുള്ളവർക്ക് ചെണ്ട അഭ്യസിപ്പിക്കുമ്പോൾ അതുൽ കൃഷ്ണ സ്ഥിരമായി അത് കേട്ടിരിക്കുമായിരുന്നു. പിന്നീടാണ് ചെണ്ടയിലെ താല്പര്യം മനസ്സിലാക്കി അഭ്യസിപ്പിക്കാൻ തുടങ്ങിയത്. എനിക്ക് ചെണ്ട ആദ്യം ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് താല്പര്യം ഉണ്ടായിരുന്നു, ഇനിയും കൂടുതൽ പഠിക്കണം, അതുപോലെ കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ അതിൽ ചെയ്യണം എന്നുള്ളതൊക്കെ. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൈസ്ഥാനമായിരുന്നു ആദ്യം എനിക്ക് പറ്റിയ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ കോലിൽ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ 2-3 തരത്തിൽ കൈസ്ഥാനം ഉണ്ടാവും, പക്ഷെ അതൊക്കെ ഒരേപോലെയാണ് ശബ്ദം കേൾക്കുക. ഞാൻ ശബ്ദം കേട്ട് മാത്രമാണല്ലോ പഠിക്കുക. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെണ്ടയിലേക്ക് വരുമ്പോൾ ക്രമേണ മാറ്റാനും മറ്റു കാര്യങ്ങളും ആണ് എനിക്കുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നോർമലാണല്ലോ. കൈസ്ഥാനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള തായമ്പക അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ അനായാസം പഠിച്ചെടുത്തു. അതുൽ കൃഷ്ണയെ തായമ്പക അഭ്യസിപ്പിച്ചത് പുതിയ അനുഭവമായെന്നും 7ാം വയസ്സിൽ അതുലിന് അരങ്ങേറ്റം നടത്താനായെന്നും ഗുരുവായ മണികണ്ഠൻ പറയുന്നു. പരതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയായ അതുൽ പഠനത്തിലും മുൻപന്തിയിലാണ്. മോണോ ആക്ട്, കഥാപ്രസംഗം തുടങ്ങിയവയിലും കഴിവ് തെളിയിച്ചു. വിവിധ മേഖലകളിലെ മികവ് അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരവും അതുലിനെ തേടിയെത്തി. അമൽ കൃഷ്ണ, ശ്രീലക്ഷ്മി എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം പുനലൂരിലെ ജംഗിൾ പാർക്ക് ശ്രദ്ധേയമാകുന്നു. പാഴ്വസ്തുക്കളിൽ തീർത്ത മനോഹരമായ ശില്പങ്ങളാണ് ജംഗിൾ പാർക്കിലെ പ്രത്യേകത. മനോഹരമായ പായ്ക്കപ്പലിനെ വിഴുങ്ങാനായി പാഞ്ഞെടുക്കുന്ന തിമിംഗലം, ജംഗിൾ പാർക്കിന് മുന്നിൽ ഇരുവശങ്ങളിലുമായി ചിതൽപുറ്റ്, സൈക്കിൾ ചെയിനും പാഴ്ക്കമ്പികളും കൊണ്ട് തീർത്ത ഗിത്താർ, ചെരുപ്പുകൾ കൊണ്ട് പശു, പാഴ്ക്കമ്പികളിൽ ചിലന്തിയും വലയും, മൂങ്ങ, ഒട്ടകപ്പക്ഷി, ഡെങ്കിയുടെ സന്ദേശമൂന്ന ശില്പങ്ങൾ, അങ്ങനെ അത്ഭുതങ്ങളുടെ കലവറയാണ് പുനലൂരിലെ ജംഗിൾ പാർക്ക്. ലോകപ്രശസ്ത ഫോട്ടോഗ്രാഫർ കെവിൻ കാർട്ടറുടെ ചിത്രത്തിന് അനുസൃതമായി ഉണ്ടാക്കിയിരിക്കുന്ന കഴുകനും കുട്ടിയും എന്ന ശില്പം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ കൃത്യമായി അടുക്കിവെച്ചാൽ അവ പാഴ്വസ്തുക്കളാകില്ല എന്ന സന്ദേശമാണ് നഗരസഭ നൽകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനും ശില്പിയുമായ ബിജു വക്കുവരയ്ക്കലിന്റെ 1 വർഷത്തെ അധ്വാനമാണ് ജംഗിൾ പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എങ്ങനെ ഈ വലിച്ചെറിയാതെ നമ്മൾ ഉപയോഗശേഷം മുറ്റത്തേക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതെ അതിനെ ഒരു കലാരൂപമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള പ്രധാനമായ ഒരു വെല്ലുവിളി. സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നാലെ ഒരുപാട് അലച്ചിലുണ്ട്. കൂടിക്കിടക്കുന്ന ഈ മാലിന്യങ്ങളെ ശില്പങ്ങളാക്കി മാറ്റുന്നതിന് ഒത്തിരി അധ്വാനമുണ്ട്. അതിൻ്റെ പൂർണ്ണമായ ഒരു വിജയം എന്ന് അവകാശപ്പെടാൻ ഇല്ലെങ്കിൽ പോലും
കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒത്തിരി മോട്ടിവേഷൻ നൽകാനും ഒക്കെ ഈ ഒരു ആർട്ട് ഗാലറി കൊണ്ട് സാധിക്കുന്നുണ്ട്. പ്രകൃതി സ്വയം നശിക്കുകയല്ല, മനുഷ്യൻ നശിപ്പിക്കുകയാണ്. അജൈവ മാലിന്യങ്ങൾ കൊണ്ട് പ്രകൃതിയെ മൂടുമ്പോൾ എങ്ങനെ പ്രകൃതിക്ക് കൈത്താങ്ങാം എന്ന ചിന്തയാണ് പുനലൂർ നഗരസഭയെ ജംഗിൾ പാർക്ക് എന്ന ആശയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നഗരസഭയുടെ ആശയം വിജയകരമായി പൂർത്തിയാക്കിയപ്പോൾ നിരവധി വിദ്യാർത്ഥികളാണ് പഠന വിഷയമാക്കുവാൻ ഇവിടെ എത്തുന്നത്. മറ്റ് നഗരസഭകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും ജീവനക്കാർ മാലിന്യ സംസ്കരണം പഠിക്കാൻ പുനലൂരിൽ എത്തുമ്പോൾ ജംഗിൾ പാർക്ക് എന്ന ആശയം തങ്ങളുടെ നാട്ടിൽ കൂടി നടപ്പാക്കണം എന്ന ചിന്തയിലാണ്. ജംഗിൾ പാർക്ക് സന്ദർശിച്ച് മടങ്ങുന്നവർ പാഴ്വസ്തുക്കൾ അലക്ഷ്യമായി വലിച്ചെറിയില്ല എന്ന പ്രതിജ്ഞയെടുത്ത് മടങ്ങുന്നതിലാണ് പാർക്കിന്റെ വിജയം. ന്യൂസ് 18 പുനലൂർ. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.